ഇവിടെ സ്ഥിരം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, അവരൊക്കെ അറിയില്ലേ? അവന് മറ്റേ ആറാട്ടണ്ണന് പിന്നെ വേറൊരു ആണുണ്ടല്ലോ, അവനെ കൂടെ അറിയാം. വലിയ ക്വാളിറ്റി അത്. എന്താണെന്നറിയത്തില്ല, കേരളത്തിൽ ഈടായിട്ട് ഇങ്ങനെയാണ്. എന്തെങ്കിലും വാണപ്പടങ്ങൾ ഒന്നിനും കൊള്ളത്തില്ലാത്ത പൊട്ട സിനിമകൾ റിലീസാകുമ്പം ഇതേപോലെ കുറച്ച് അപരാധങ്ങളും കൂടെ അതിൻ്റെ കൂടെ റിലീസാകും. പുതിയ താരങ്ങൾ താരോദയം ഉണ്ടാകും. ഇതിനൊക്കെ ചെല്ലും കൊടുത്ത് വളർത്തുന്ന ആരാന്ന് എനിക്കറിയാൻ പറ്റത്. സ്വയം അപമാനിതനായി അല്ലെ സ്വയം നാണം കെട്ട് സ്വന്തം വ്യക്തിത്വം പണയം വെച്ച് നാണമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഒരു അപരാധം കാണിച്ച് പ്രശസ്തരാകുക, മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കുക. മീഡിയയ്ക്ക് പിന്നിതാ പണി. ഈ നാട്ടിലെ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സാധനം അവരെടുത്ത് വെച്ചേക്കുക. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇവന്മാരെ സഹിക്കേണ്ടത് മലയാളിയുടെ ഒരു ആവശ്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിലായിപ്പോയി. പക്ഷേ മമ്മൂട്ടി ഫാൻസൊക്കെ ഇതൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ ടർബോ ഒരു മോശം പടമായതുകൊണ്ട് അവർ പറയത്തില്ല. 72 വയസ്സുള്ള ഒരു മനുഷ്യൻ അഭിനയിച്ചത് നിനക്കൊന്നും അത്ര പോരായിരിക്കും, ഈ പ്രായത്തിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അത് പോരെ എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ ലോകത്തെ ആക്ഷൻ പടത്തിന് ഭയങ്കര